രാജ്യം മുമ്പ് നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് സമാനമായി ഇവിടെയും ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നെയാണ്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ നീക്കങ്ങളാണ് ഇന്ത്യക്ക് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന ആസൂത്രണവും ആലോചനകളുമാണ്. ഇതിൽ നയതന്ത്രപരമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ചടുലമാക്കി അവതരിപ്പിക്കുക, അതേസമയം തന്നെ സൈനിക നീക്കങ്ങൾ, രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ നിരവധി തലയായി ചർച്ച നടത്തി മുന്നോട്ട് പോവുക, ഇതാണ് നടന്ന ആലോചനകൾ. ഇതിൽ തന്ത്രപ്രധാനമായൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, രാജ്യത്ത് മോക്ഡ്രിൽ, സിവിലിയൻ മോക്ഡ്രിൽ പ്രഖ്യാപനമാണ് നടത്തിയത്. അതായത് ഇന്ത്യ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച് അത്തരം സാഹചര്യങ്ങൾ നടത്തുന്നു. പക്ഷേ ആ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നതിന് ഇടയിൽ തന്നെ ശത്രു രാജ്യത്തെ കടന്നാക്രമിക്കുക എന്ന തന്ത്രം, അതായത് ശത്രുവിൻ്റെ ആലോചനകൾക്കും അപ്പുറം തിരിച്ചടി കൊടുക്കാനുള്ള കൃത്യമായ തന്ത്രമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന നീക്കങ്ങൾ മാത്രം പരിശോധിക്കാം. ഇന്നലെ പലവട്ടം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതിനു മുമ്പായി തന്നെ സൈനിക മേധാവിമാരുമായും സംയുക്ത സൈനിക മേധാവിയുമായുള്ള ചർച്ചകൾ പലവട്ടം കഴിഞ്ഞിരുന്നു. പലവട്ടം ഈ സൈനിക നീക്കം സംബന്ധിച്ച അന്തിമ രൂപരേഖ ഇന്നലെ പകൽ അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. എങ്ങനെയാവണം ഇന്ത്യയുടെ യുദ്ധതന്ത്രം എന്ന കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് ഒന്നുകൂടി കാര്യങ്ങൾ ഉറപ്പിച്ചു. ഇതിനിടയിൽ പ്രധാനമന്ത്രി മന്ത്രിസഭയിലെ തൻ്റെ പ്രധാനികളുമായി ഈ വിവരം പങ്കുവച്ചു. സൈന്യത്തിൻ്റെ യുദ്ധനീക്കങ്ങൾ ഓരോ സമയവും പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിച്ചു. 1:22 ആദ്യ ദൗത്യം പുറപ്പെടുന്ന സാഹചര്യം മുതൽ ദൗത്യം അവസാനിക്കുന്നത് വരെയുള്ള പൂർണ്ണമായ സാഹചര്യങ്ങളും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു. വാർ റൂമിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സാന്നിധ്യമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യ നടത്താൻ പോകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക നീക്കത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിച്ചിരുന്നു എന്നതാണ് സാഹചര്യം. സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റുകളും ഓരോ സാഹചര്യങ്ങളും അതിസങ്കീർണമാണ്. കാരണം ലോകരാജ്യങ്ങളെ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെയൊക്കെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ സൈന്യം നടത്തുന്ന പിഴവുകളില്ലാത്ത നീക്കത്തിനൊപ്പം പ്രധാനമന്ത്രിയുടെ പിന്തുണ രാത്രി വൈകിയും ഉണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. അദ്ദേഹം നേരിട്ട് വാർ റൂമിലെത്തി സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു. 1 മണിക്കൂറോളം സമയമെടുത്ത് ഇന്ത്യയുടെ സൈനിക ദൗത്യം പൂർണ്ണമാകുമ്പോൾ പ്രധാനമന്ത്രിക്കും ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് സാഹചര്യം. ഒടുവിൽ അഭിമാനത്തോടെ ഇന്ത്യ ഈ ദൗത്യം പൂർണ്ണമാക്കുമ്പോൾ അതിൽ ബുദ്ധി കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നെയാണ്.